ഇന്ന് പ്രധാനമന്ത്രി സന്ദർശിച്ച മണ്ഡലമാണ് തിരുവല്ല. അദ്ദേഹം തീർച്ചയായിട്ടും തിരുവല്ലയെ ഇളക്കി മറിക്കുന്ന പ്രസംഗമൊക്കെയാണ് അവിടെ നടത്തിയത്. തിരുവല്ലയിലെ ഈ തിരുവല്ല നിയോജക മണ്ഡലത്തിലെ കാഴ്ചകളുമായി വാർത്താവതാരകൻ ഗോകുൽ രവി തിരുവല്ലയിൽ നിന്ന് ചേരുകയാണ്. ഗോകുൽ, പറയൂ, വിവരങ്ങൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവല്ല KSRTC ബസ് സ്റ്റാൻഡിലാണ്. തിരുവല്ലയുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് പ്രധാനമന്ത്രി വന്ന് കളമിളക്കി പോയിരിക്കുകയാണ് തിരുവല്ലയിൽ നിന്ന്. തിരുവല്ല കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് LDFിൻ്റെ ഒരു കോട്ടയായി ഉറച്ചു നിൽക്കുന്ന പത്തനംതിട്ടയിലെ പ്രധാനപ്പെട്ട മണ്ഡലമാണ്. പത്തനംതിട്ടയുടെ ഒരു അരികാണ് തിരുവല്ല. പത്തനംതിട്ട ജില്ലയുടെ തന്നെ ഒരു മൂലയ്ക്കാണ് തിരുവല്ല എന്ന് പറയാം. കാരണം കോട്ടയവുമായും ഒപ്പം തന്നെ ആലപ്പുഴയുമായും അതിർത്തി പങ്കിടുന്ന പത്തനംതിട്ട ജില്ലയിലെ ഒരു നിയോജക മണ്ഡലമാണ് തിരുവല്ല. ഇവിടെ കഴിഞ്ഞ 4 ടേമായി തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരിക്കുന്നത് LDF ആണ്, മാത്യു ടി തോമസ് ആണ്. ഘടകകക്ഷികൾക്ക് മാത്രം ഒരുപക്ഷെ LDFും UDFും സീറ്റ് നൽകുന്ന, അല്ലെങ്കിൽ ഘടകകക്ഷി നേതാക്കൾ മാത്രം ജയിച്ച് കയറുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അപ്പോഴും അവർക്ക് ഒരു കാലത്ത് UDFിൻ്റെ ഉറച്ച കോട്ടയായിരുന്നെങ്കിൽ പിന്നീട് അത് LDF പിടിച്ചെടുക്കുന്നു. ഇപ്പോൾ അത് നിലർത്തിപ്പോകുന്നു. പക്ഷേ ഇത്തവണ തിരുവല്ലയിൽ കാര്യങ്ങൾ മാറി മറിയുമെന്നാണ് നമ്മൾ മണ്ഡലത്തിലുടനീളം സഞ്ചരിക്കുമ്പോൾ ഇപ്പോൾ ഈ വോട്ടേഴ്സിൻ്റെയൊക്കെ ഒരു പൾസ്, അവരോടുള്ള അഭിപ്രായങ്ങളൊക്കെ തേടുമ്പോൾ അവർ പറയുന്നത് ഇത്തവണ തിരുവല്ലയിൽ എന്തോ ഒരു മാറ്റം വരാൻ പോകുന്നുവെന്ന ചില സൂചനകൾ വരുന്നുണ്ട്. ആ മാറ്റത്തിൻ്റെ തിരയിളക്കം തിരുവല്ലയിൽ എന്താണെന്ന് നമുക്ക് വിശദമായി നോക്കാം. തിരുവല്ല മണ്ഡലം എന്ന് പറയുമ്പോൾ അത് കല്ലൂപ്പാറ മുതൽ കടപ്പുറ വരെ അങ്ങനെ വ്യത്യസ്തമായ ഭൂപ്രകൃതി ഉള്ള ഇടം, ഒപ്പം തന്നെ സാമ്പത്തിക സാമൂഹ്യ പശ്ചാത്തലങ്ങൾ വ്യത്യസ്തമായ ഇടമാണ്. പ്രവാസികൾ ഏറെയുള്ള, പ്രവാസി പണം ഒരുപാടെത്തുന്ന, വിദേശ ബാങ്കുകൾക്കടക്കം ഏറ്റവും കൂടുതൽ ബ്രാഞ്ചുള്ള കുമ്പനാട് ഉൾപ്പെടുന്ന തിരുവല്ല താലൂക്ക്, ഒപ്പം തന്നെ കർഷകരുള്ള അപ്പർ കുട്ടനാട് മേഖല, അങ്ങനെ വിവിധ തരത്തിലുള്ള ആളുകൾ, വിവിധ സാമൂഹ്യ സാമ്പത്തിക സാഹചര്യത്തിലുള്ള ആളുകൾ അധിവസിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് തിരുവല്ല. ഈ തിരുവല്ലയിലെ നിലവിലെ ഇലക്ഷൻ പൾസ് എന്താണ്? 2026 തിരുവല്ലയിലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ പറ്റിയും അവരുടെ ഒരു പ്ലസ് ആൻഡ് മൈനസ്, അവരുടെ നേട്ടവും കോട്ടവും, അവരുടെ ശക്തി ദൗർബല്യങ്ങളെ പറ്റി നമ്മളോട് സംസാരിക്കാനായി തിരുവല്ലയെ പത്തനംതിട്ടയെ വിശദമായ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന 24ന്റെ പ്രതിനിധി ഷിജോ കുര്യൻ കൂടി ചേരുകയാണ്. ഷിജോ, എന്താണ് തിരുവല്ലയുടെ പൾസ്? ഇന്ന് പ്രധാനമന്ത്രി വന്ന് മൊത്തത്തിലൊരു ഓളം സൃഷ്ടിച്ചു പോയിരിക്കുകയാണ്. ഇത്തവണ തിരുവല്ല മാറണം എന്നൊക്കെയുള്ള ഒരുപാട് മുറവിളി നമ്മളിങ്ങനെ കേൾക്കുകയാണ്, ഒരുപാട് ഫ്ലെക്സുകൾ, ബോർഡുകൾ. അപ്പോൾ ഇത്തവണത്തെ സ്ഥാനാർത്ഥികളെ പറ്റി ആദ്യം നമുക്ക് മാത്യു ടി തോമസിൽ നിന്ന് തുടങ്ങാം. ഗോകുൽ നേരത്തെ പറഞ്ഞതുപോലെയാണ് തിരുവല്ല എന്ന് പറയുന്നത് ഒരു ആരോഗ്യ നഗരിയാണ്. അപ്പോൾ എന്നാൽ കഴിഞ്ഞ ഒരു 4 ടേം, ഒരു 20 വർഷമായിട്ട് ആരോഗ്യപരമായിട്ടുള്ള മത്സരം തിരുവല്ലയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമാണ്. കാരണം ഒരു ഏകപക്ഷീയമായിട്ടുള്ള മത്സരമാണ്. അവിടെ LDFിൻ്റെ ഘടകകക്ഷി മാത്യു ടി തോമസ് അവിടെ ഈസി ആയിട്ട് എല്ലാ തവണയും കഴിഞ്ഞ 4 ടൈം പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം 10,000-ത്തിനടുത്ത് തന്നെയാണ്. ജയിക്കുന്ന CPM-കാർക്ക് പോലും ഒരു ആത്മവിശ്വാസമുണ്ട്, വലിയ പണിയെടുത്തില്ലെങ്കിലും ജയിച്ചു പോകുന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലായിരുന്നു ഇതുവരെ. പക്ഷേ ഇത്തവണ അതിലൊരു മാറ്റം വന്നിട്ടുണ്ട്. ചെറിയ മുഖ്യമന്ത്രി അടക്കം ഇവിടെ വന്ന് ഒരു പ്രചരണം തുടങ്ങിയത്, മുഖ്യമന്ത്രിയുടെ ജില്ലാ പര്യടനം തുടങ്ങിയത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ നിന്നാണ്. ഇവിടെ വന്നൊരു വാർത്താ സമ്മേളനം വിളിക്കുന്നു. അതിനുശേഷം ഈ പറയുന്ന മാത്യു തോമസിന്റെ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവിടെ പ്രസംഗിക്കുന്നു. അപ്പോൾ തിരുവല്ലയിൽ നിന്ന് മുഖ്യമന്ത്രി അങ്ങനെ തുടങ്ങിയതിന് പിന്നിൽ തന്നെ മറ്റു ചില രാഷ്ട്രീയ അടിയൊഴുക്കുകൾ കൂടിയുണ്ട്. കാരണം കഴിഞ്ഞ 4 ടൈമിലെ പോലെ ആകില്ല ഇത്തവണ മാത്യു ടി തോമസിനെ തിരുവല്ല എന്നത് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. കാരണം ഒരു ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ മൊത്തത്തിലെങ്ങും ഇല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ തിരുവല്ലയിൽ ഒരു മാറ്റം വരണം എന്നുള്ള ആഗ്രഹം ഇവിടുത്തെ വോട്ടർമാർ അടക്കം പറയുന്നുണ്ട്. കാരണം ഒരിക്കൽ മാത്യു ടി തോമസിനും കാലിടറിയ മണ്ഡലം കൂടിയാണ്. 87 ജയിച്ചെങ്കിലും പിന്നീട് ഒരു തവണ തോറ്റുപോയതാണ്, പിന്നീട് തിരിച്ചു പിടിച്ച മണ്ഡലമാണ്. ഇനി മറ്റ് സ്ഥാനാർത്ഥികളുടെ കാര്യങ്ങൾ കൂടി വന്നാൽ UDF ഇത്തവണ കുറെ കൂടി ശക്തമായി ഇറങ്ങുന്നു, അല്ലെങ്കിൽ സംഘടനാ പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്തി ഇറങ്ങുകയാണ്. ഇത്തവണ UDFിന്റെ സ്ഥാനാർത്ഥിയെ പറ്റി പറഞ്ഞാൽ വർഗീസ് മാമനാണ്. വർഗീസ് മാമനെ പറ്റി തിരുവല്ലക്കാർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടില്ല. അദ്ദേഹം കഴിഞ്ഞ കുറേ കാലമായിട്ട് തിരുവല്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ജില്ലയിലെ UDFിൻ്റെ കൺവീനറാണ്. അത് മാത്രമല്ല ജില്ലയിൽ എല്ലാവർക്കും സുപരിചിതനാണ്, ഒരു മർത്തോമ സഭയുടെ ആളുകൂടിയാണ്. അപ്പോൾ മർത്തോമ സഭയുടെ അൽമായ ട്രസ്റ്റി കൂടിയായിരുന്ന വർഗീസ് മാമനാണ് മത്സരിക്കുന്നത്. ഇനി വർഗീസ് മാമനെ കുറിച്ച് അങ്ങനെ തിരുവല്ലക്കാർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടില്ല. പക്ഷേ അവിടെ പലതരത്തിലുള്ള രാഷ്ട്രീയ അടിയൊഴുക്കുകൾ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഒരുപക്ഷെ വർഗീസ് മാമന് തിരിച്ചടിയാകുമോ എന്നുള്ള ഭയം കൂടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണത്തേക്ക് വരുമ്പോൾ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് വർഗീസ് മാമൻ മുന്നേറുന്നുണ്ട്. അവിടെയാണ് LDFും UDFും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം. പക്ഷേ ഇതിൽ നിർണായക ശക്തിയാകുന്നത് NDA ആണ്. ഇന്ത്യയുടെ കാൻഡിഡേറ്റ് വരുന്നത്
അനൂപ് ആന്റണിയാണ്. അനൂപ് ആന്റണി പ്രേക്ഷകർക്ക് ഇന്ന് മോദി തന്നെ പറഞ്ഞത് എന്റെ വലതുവശമായി എന്നോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ആളെന്നാണ്. കഴിഞ്ഞ 5 വർഷമായി എനിക്ക് വേണ്ടി ഇന്ത്യയിൽ ഉടനീളം, അതായത് മലയാളിയാണ്, എന്നാൽ ഇന്ത്യയിൽ ഉടനീളം നരേന്ദ്രമോദിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആ ഒരു യുവാവായിട്ടുള്ള ചെറുപ്പക്കാരനാണ് അനൂപ് ആന്റണി. അനൂപ് ആന്റണി തിരുവല്ലയിൽ ജയിച്ചു കഴിഞ്ഞാൽ ഇതുവരെ കാണാത്ത വികസനം തിരുവല്ലയിൽ കൊണ്ടുവരുമെന്ന് തിരുവല്ലയിൽ നിന്ന് പ്രഖ്യാപിച്ചു പോയത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. സ്വാഭാവികമായിട്ടും അത് BJP ക്ക് അവന് വലിയ ആത്മവിശ്വാസം ഉണ്ടാകും. അങ്ങനെ കഴിഞ്ഞ 2 വർഷമായിട്ട് തിരുവല്ലയിൽ അനൂപ് ആന്റണി ഈ മണ്ഡലത്തിൽ നിന്ന് പണിയെടുക്കുന്നുണ്ട്. തീർച്ചയായും അങ്ങനെയാണ്. ഈ തിരുവല്ല മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥികളുടെ ചിത്രമാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് ഇവിടുത്തെ വോട്ടർമാരുടെ പ്രതികരണത്തിലേക്ക് കൂടി പോകാം. വോട്ടേഴ്സ് നമ്മളോട് വിശദമായി സംസാരിച്ചുകൊണ്ട്. അപ്പോൾ നമുക്ക് ഒരു ചേച്ചിയുണ്ട്. ചേച്ചി യാത്രയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് ഇറങ്ങിയതേ ഉള്ളൂ എന്ന് തോന്നുന്നു. എന്താണ് തിരുവല്ലയിലെ ഒരു ഇലക്ഷൻ പൾസ് എന്താ? അതെ, CPയുടെ തിരുവല്ലയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന് കഴിഞ്ഞ 15 വർഷമായിട്ട് മാത്യു ടി തോമസ് നയിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ പങ്കാളിയായി നിന്ന് പ്രവർത്തിക്കുന്ന മാത്യു ടി തോമസ് അത് മാറ്റം വരുമെന്ന് പറയുന്നുണ്ടല്ലോ, അത് കാര്യമുണ്ടോ? ഒരിക്കലും മാറ്റം വരത്തില്ല. കാരണം തിരുവല്ലയുടെ വികസനം കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷ ഗവൺമെൻറ് ഏതെല്ലാം പദ്ധതികൾ എന്തെല്ലാം നാടിനു വേണ്ടി ചെയ്തിട്ടുണ്ടോ അത് മുഴുവൻ പ്രാവർത്തികമാക്കുവാൻ തിരുവല്ലയിൽ മാത്യു ടി തോമസിന് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. മാത്യു ടി തോമസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ചേട്ടൻ്റെ അഭിപ്രായത്തിൽ എന്താണ്? തിരുവല്ലയിൽ ഒരു മാറ്റം ഇത്തവണ ഉണ്ടോ? മാറ്റമുണ്ട്. തീർച്ചയായും മാറ്റമുണ്ട്. കാരണം 20 വർഷമായിട്ട് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന അതിനൊക്കെ ഒരു നേട്ടം ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് ഈ പ്രാവശ്യം പിന്നെയും ഇലക്ഷൻ നയിക്കുന്നത്. അതുകൊണ്ട് UDF വൻ ഭൂരിപക്ഷത്തിൽ വരുമെന്നുള്ള വർഗീസ് മാമൻ ജയിക്കുമെന്നാണ് ആത്മവിശ്വാസം. വർഗീസ് മാമൻ നിങ്ങൾക്കൊക്കെ കുറെ കൂടി ഇത്തവണ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയാണ് UDFന്റെ പ്രവർത്തനം എന്നൊക്കെ മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് പ്രചാരണമൊക്കെ? പരിചയം നല്ല രീതിയിൽ പ്രചരണം നടക്കുന്നുണ്ട്. എല്ലായിടത്തും നല്ല ആളുണ്ട്. അപ്പോൾ അതാണ് LDFന്റെയും UDFന്റെയും പിന്തുണയ്ക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായ രണ്ടുപേരാണ് നമ്മളോട് പ്രതികരിച്ചത്. ഇനി നമുക്ക് ഇവിടുത്തെ സാധാരണക്കാരായ കുറച്ച് ഓട്ടോ ചേട്ടന്മാരുണ്ട്, അവരോട് ചോദിക്കാം. അപ്പോൾ അവരുടെ ഒരു പ്രതികരണം കൂടെ. ചേട്ടാ, എന്താണ് തെരഞ്ഞെടുപ്പിന്റെ ഒരു പൾസ്? തെരഞ്ഞെടുപ്പിൻ്റെ പൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാത്യു ടി തോമസിന് വമ്പൻ വിജയമായിരിക്കും. ഉറപ്പിച്ച് എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതാണ് മാത്യു ടി ജയിക്കുമെന്ന് ഒരു വശത്ത് കുറേ ആളുകൾ പറയുന്നുണ്ട്. അതേസമയം മാറ്റം വരുമെന്ന് പറയുന്നത് മാറ്റം ആരിലൂടെ ആയിരിക്കും? വർഗീസ് മാമനിലൂടെ ആയിരിക്കുമോ, അതല്ല ഇനി അനൂപ് ആന്റണിയിലൂടെ ആയിരിക്കുമോ എന്നറിയില്ല. അപ്പോൾ കൂടുതൽ പ്രതികരണങ്ങളുണ്ട് ജനശബ്ദത്തിലേക്ക്. മാത്യു ടി തോമസ് ഇല്ല, മാറണമെന്ന് തോന്നുന്നില്ല. ഇല്ല, നാളെ ഉള്ളൂ ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള ഒരു മത്സരവും ഇല്ല. ഓ, ഇവരൊക്കെ കാശ് കൊണ്ട് ഉള്ള കളിയാണ്. മാത്തൂറ്റി അങ്ങനെയുള്ള കളിയല്ല, രാഷ്ട്രീയമായിട്ട് കളിക്കുന്നത്. ഇവിടെ അനൂപ് ആന്റണി ജയിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അത് നല്ലൊരു ചെറുപ്പക്കാരനാണ്. പുരോഗമനം ഉദ്ദേശിക്കുന്നുണ്ട് പുള്ളി. എല്ലാ കാര്യത്തിലും നല്ല തിരുവല്ല അവരെ നല്ലതായിട്ട് മാറി വരട്ടെ. എല്ലാവരും ഒന്ന് മാറി ഒന്ന് ചിന്തിച്ച് നോക്കട്ടെ. അനൂപ് ആന്റണി തന്നെ ഇവിടെ വരണം. വന്നാൽ മാറ്റം ഇവിടെ സംഭവിക്കുന്നുള്ള ഉറപ്പാണ്. എനിക്ക് പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ കയറണമെന്ന് തന്നെ. ഏറ്റവും ഒന്നാമതായിട്ട് പറയാൻ വർഗീയ കലാപം ഇല്ലാത്ത ഒരു രാജ്യം, അതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. പിണറായി സർക്കാർ വരണമെന്ന് മാത്രമേ പറയാനുള്ളൂ. മാറ്റമൊക്കെ വരണം. പക്ഷേ ആര് ജയിക്കുമെന്ന് കറക്റ്റായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണ്. വി നീഡ് ടു ഹാവ് എ പ്രോഗ്രസ്. അതില്ലല്ലോ, ഇതുവരെ ആയിട്ടില്ലല്ലോ. എന്തോ ഉണ്ട് എക്സാമ്പിൾ പറ. ഞാനും പഠിച്ച വളർന്നൊക്കെ വെളിയില്ല, അപ്പം എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷേ വി നീഡ് ടു ഹാവ് BJP. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ പ്രേക്ഷകർ, ഇതാണ് തിരുവല്ലക്കാർക്ക് പറയാനുള്ളത്. മാറ്റം വരണമെന്ന് പറയുന്നവരുണ്ട്, മാത്യുച്ച് തുടരണമെന്ന് പറയുന്നവരുണ്ട്, അതല്ല യുവശബ്ദമായ യുവമുഖമായ അനൂപ് ആന്റണി വിജയിക്കുമെന്ന് പറയുന്നവരുണ്ട്. ഏതായാലും ഇനി വർഗീസ് മാമനാണോ മാത്യുറ്റി തന്നെ തുടരുകയാണോ, അതോ അനൂപ് ആന്റണി ഒരു പടക്കുതിരയായി ഇതിനെയൊക്കെ അട്ടിമറിക്കുമെന്നൊക്കെ കാത്തിരുന്നറിയണം. 10,000-ലധികം വോട്ടുകൾ, 11,000 വോട്ടുകളുടെ മാത്രം ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ മാത്യുറ്റി ജയിച്ചത്. അതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും മാറി പറയാവുന്ന ഒരു മണ്ഡലം എന്ന തന്നെയാണ് 3 മുന്നണികളും ഇവിടെ പ്രചാരണം തുടരുന്നത്. ജനങ്ങളും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അവസാന ദിവസങ്ങളിലും, ഈ പ്രചാരണത്തിലെ അവസാന ദിവസങ്ങളിലും അവർ ആകാംക്ഷയോടുകൂടി ഇവരുടെ വാഗ്വാദങ്ങളെ, അവരുടെ പ്രചാരണ സ്ട്രാറ്റജികളൊക്കെ നോക്കിക്കാണുന്ന മണ്ഡലം കൂടിയാണ് തിരുവല്ല. അപ്പോൾ തിരുവല്ലയിലെ തിരയിളക്കം എന്താണെന്ന് ഇപ്പോഴും നമുക്ക് അങ്ങനെ പ്രവചിക്കാനാവാത്തൊരു മത്സരം ഇത്തവണ തിരുവല്ലയിൽ ഉണ്ടെന്നാണ് തിരുവല്ലയിൽ നിന്ന് പറയാനാവുന്നത്. ബാക്ക് ടു എസ്കെൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.